സംസ്ഥാനത്ത് കാലവർഷമെത്തി ആദ്യ ആഴ്ച വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള 8 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അനുരഞ്ജന കൃഷ്ണ ചേരുന്നു. അനുരഞ്ജന, ഏതായാലും കാലവർഷം എത്തിയിരിക്കുകയാണ്. ഇന്ന് 8 ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കേരളത്തിൽ കാലവർഷം എത്തിയതായി അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 2026 തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഔദ്യോഗികമായി എത്തി എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അറബിക്കടലിൻ്റെ തെക്കു പടിഞ്ഞാറൻ തെക്കു കിഴക്കൻ ഭാഗങ്ങളിലേക്കും ലക്ഷദ്വീപ് മേഖലയിലേക്കും കേരളം, മാഹി, കർണാടക, തമിഴ്നാട് എന്നിവയുടെ ചില ഭാഗങ്ങളിലേക്കും കാലവർഷം വ്യാപിച്ചു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കാലവർഷത്തിൻ്റെ മുന്നേറ്റം തുടരുകയാണെന്നുമുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സാധാരണയായി ജൂൺ 1 കേരളത്തിൽ കാലവർഷം എത്തുന്നത്. ഇത്തവണ അത് വൈകി 3 ദിവസം വൈകി ജൂൺ 4 ഇത്തവണ നമുക്ക് കാലവർഷം എത്തിയിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിലും ഇത്തവണ മാറ്റമുണ്ട്. നേരത്തെ 8 ജില്ലകളിലായിരുന്നു അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ നിലവിൽ അതിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളെ ഓറഞ്ച് അലേർട്ടിൽ നിന്നും പിൻവലിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൂടാതെ കാലവർഷം എത്തുന്ന ആദ്യ ആഴ്ചകളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം കാലാവസ്ഥാ വകുപ്പ് അറിയിച്ച മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത്. ആദ്യ ആഴ്ച അതിശക്തമായ ഇടിയോടുകൂടിയ മഴയായിരിക്കും പെയ്യുക എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യ ആഴ്ചയ്ക്ക് ശേഷം മഴയുടെ വ്യാപ്തി കുറഞ്ഞേക്കാം എന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. എൽനിനോ വർഷമാണ്, അതുകൊണ്ട് തന്നെ മഴയുടെ വ്യാപ്തി ആദ്യ ആഴ്ചയ്ക്ക് ശേഷം കുറഞ്ഞേക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2024 ഒരു എൽനിനോ വർഷമായിരുന്നു. പക്ഷേ അത്തവണ സംസ്ഥാനം കണ്ടത് ഒരു അസാധാരണമായ മഴ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം മഴയുടെ വ്യാപ്തി ഒന്ന് കുറഞ്ഞാലും പിന്നീട് അത് വ്യാപിക്കാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ദീപ്തി, ശരി. എന്തായാലും സംസ്ഥാനത്ത് അങ്ങനെ കാലവർഷം എത്തിയിരിക്കുകയാണ്. ആദ്യ ആഴ്ച വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള 8 ജില്ലകളിലാണ് ഇന്ന് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനുരഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്.